രാജ്യമേറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇത്തവണ എങ്ങനെയും ഭരണം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഈറ്റില്ലമായിരുന്ന ഡൽഹി പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ വരവോടെ കോൺഗ്രസിന് നഷ്ടമാവുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആം ആദ്മിയുടെ നില അത്ര തൃപ്തികരമല്ല. ആ സാഹചര്യം പരമാവധി നേട്ടമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ആവിഷ്കരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഒരു കിടിലൻ നീക്കം നടത്തുകയാണ് കോൺഗ്രസ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ത്രീകൾക്കായി കോൺഗ്രസ് വൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കായി പ്യാരി ദീദി യോജന കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഡൽഹിയിലെ സ്ത്രീകൾക്ക് 2500 രൂപ വീതം എല്ലാ മാസവും നൽകുമെന്നുള്ള പ്രഖ്യാപനമാണുള്ളത്. കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറാണ് ഈ വിഷയം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആം ആദ്മിയുടെ പ്രഖ്യാപനങ്ങൾ വെറും കടലാസിൽ മാത്രം നിൽക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കി തെളിയിച്ച സംസ്ഥാനങ്ങളാണ് കർണാടകയും അതുപോലെ തെലങ്കാനയും. അതേ നയമാണ് ഡൽഹിയിൽ നടപ്പിലാക്കാൻ നോക്കുന്നത്. സ്ത്രീകൾക്ക് എല്ലാ മാസവും 2100 രൂപ നൽകുമെന്ന് ഇതിനു മുമ്പ് ആം ആദ്മി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങുമെന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. ഈ വിഷയം പറഞ്ഞുകൊണ്ട് DK ശിവകുമാർ പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്: ഞങ്ങൾ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ നിറവേറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾ ഡൽഹിയിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട്. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്തും ഞങ്ങൾ നിറവേറ്റുന്നുണ്ട്. ഇന്ന് പൊതുസമൂഹം മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള വാക്കുകളാണ് DKയുടെ ഭാഗത്തുനിന്ന് വന്നത്. തൊഴിലില്ലായ്മ, അതുപോലെ അടിച്ചമർത്തൽ, വിലക്കയറ്റം എന്നിവയുടെ ആഘാതം നേരിടുന്ന സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. അരവിന്ദ് കെജ്രിവാൾ അഴിമതിയുടെ പ്രതീകമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഡൽഹിയിലെ ജനങ്ങൾ മനസ്സിലാക്കിയെന്നതാണ് കോൺഗ്രസ് പറയുന്നത്. മാത്രമല്ല, തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുമെന്നും കുടുംബങ്ങളെ ശാക്തീകരിക്കാൻ 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്നും BJP വാഗ്ദാനം ചെയ്തതാണ്. തൊഴിലില്ലായ്മ നിയന്ത്രിക്കുമെന്നുള്ള ഉറപ്പും നൽകി BJP. പക്ഷേ ഇതിൽ നിന്നൊക്കെ BJP ഇപ്പോൾ ഒളിച്ചോടുകയാണ് എന്നുള്ള കാര്യവും ഡൽഹിയിലെ ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് തെളിവ് സഹിതം നിരത്തുകയും ചെയ്തു. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ഇതുമൂലം ജനങ്ങളിൽ കോൺഗ്രസിന്റെ വിശ്വാസം വർദ്ധിക്കുകയാണെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. ആ ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഡൽഹി തെരഞ്ഞെടുപ്പിനുള്ള 48 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുമുണ്ട്. ഇതിനു പുറമെയാണ് തൽക്കാൽ ലാംബയെ മുഖ്യമന്ത്രി അതിഷിക്ക് മുന്നിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖർക്കെതിരെ കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ വൻ നേതാക്കളെ തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 62 സീറ്റുകളും BJP 8 സീറ്റുകളും നേടിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് തുറന്നിട്ടുമില്ല. അന്നത്തെ സാഹചര്യമല്ല പക്ഷേ ഇന്നുള്ളത് എന്താണ് കോൺഗ്രസ് പറയുന്നത്? കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു. അതൊക്കെ ഡൽഹിയിൽ പ്രതിഫലിക്കുമെന്നുള്ള കണക്ക് കൂട്ടലാണ് ഇത്തരത്തിലുള്ള വൻ പ്രഖ്യാപനങ്ങൾ നൽകിക്കൊണ്ട് കോൺഗ്രസ് ഡൽഹിയിൽ കളം നിറയുന്നത്.